ഹലോ എവരിവൺ, വെൽക്കം ടു യാനിസ്റ്റ. ഇന്ന് നമ്മളൊരു ഫ്ലവർ കീ ചെയിനാണ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ സൈസ് 3 അക്രിലിക്കാണ് യൂസ് ചെയ്തിട്ടുണ്ട്. ലൈറ്റ് പീച്ച് ഷെയ്ഡാണ് മെയിൻ കളർ വരുന്നത്. പിന്നെ അതിൻ്റെ കൂടെ കോമ്പിനേഷൻ കളറായിട്ട് ഈ ഒരു ബ്ലൂ കളർ കൂടി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ വേണ്ടത് ഒരു 3mm ഹുക്കാണ്. നിങ്ങളുടെ യാണിന് ചേരുന്ന ഏത് ഹുക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ ഒരു റിങ് വേണം, കീ ചെയിൻ റിങ്. ഇത് നിങ്ങളുടെ അടുത്ത് പുതിയതില്ലെങ്കിൽ പഴയ കീ ചെയിൻ്റെ മുകളിൽ നിന്ന് ഊരിയെടുത്താലും മതി. ഇത് മീഷോയിലൊക്കെ ചീപ്പായിട്ട് കിട്ടും കേട്ടോ. ഈ റിങ് 50 പീസസിന് ചെറിയ വില വരുന്നുള്ളൂ. പിന്നെ ഒരു യാൺ നീഡിൽ വേണം. പിന്നെ ഒരു മാർക്കർ, അത് ഓപ്ഷണലാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് മാജിക് റിങ് ചെയ്യണം. മാജിക് റിങ് ചെയ്യാൻ അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഉണ്ട്, അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മൾ മെയിൻ യാൺ എടുക്കുക. ഇതിൽ 2 വിരലിലായിട്ട് ഇങ്ങനെ ചുറ്റുന്ന സമയത്ത് ബാക്ക് സൈഡിൽ ക്രോസ് ആയിട്ട് വരണം. അതിനുശേഷം ഹുക്ക് ഫസ്റ്റ് സ്റ്റാൻഡിൻ്റെ അടിയിലൂടെ എടുത്തിട്ട് മറ്റേ സ്റ്റാൻഡ് വലിച്ചെടുക്കുക. പിന്നെ നമ്മൾ വർക്കിംഗ് യാൺ വെച്ചിട്ട് ഒരു ചെയിൻ 1 കൂടെ ചെയ്യണം. ഇതിൽ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞ വീഡിയോ എടുത്ത് കാണുക, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഇനി നമ്മൾ ഈ മാജിക് റിങ്ങിലേക്ക് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചസ് കൊടുക്കാൻ പോവാണ്. സിംഗിൾ ക്രോഷ്യ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഹുക്ക് മാജിക് റിങ്ങിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. അതിനുശേഷം ഒരു ലൂപ്പ് വലിച്ചെടുക്കുക. അതിനുശേഷം യാൺ ഓവർ ചെയ്തിട്ട് 2 ലൂപ്പിലും കൂടെ വലിച്ചെടുക്കുക. ഇങ്ങനെയാണ് സിംഗിൾ ക്രോഷ്യ ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ ഒരു രീതിയിൽ മൊത്തം 10 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചസ് ആണ് മാജിക് റിങ്ങിലേക്ക് നിങ്ങൾ ചെയ്യേണ്ടത്. നമ്മൾ 5 പെറ്റലാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് 10 സിംഗിൾ ക്രോഷ്യ ചെയ്യുന്നത്. അപ്പോൾ 10 സിംഗിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞാൽ ടെയിൽ എൻഡ് പിടിച്ച് വലിച്ച് നമുക്ക് ഇതൊന്ന് ടൈറ്റ് ചെയ്യണം. മാജിക് റിങ് ടൈറ്റ് ചെയ്യുക. ഇനി സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. അതിനു വേണ്ടി നമ്മൾ ആദ്യം ചെയ്ത ആ സ്റ്റിച്ചിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഒരു യാൺ വലിച്ചെടുക്കുക. അപ്പം നമ്മുടെ ലൂപ്പിൽ ടോട്ടൽ 2 യാൺ കാണാം. 2 ലൂപ്പ് ഉണ്ടാവും. അതിൽ ആദ്യത്തെ ലൂപ്പ് രണ്ടാമത്തെ ലൂപ്പിലൂടെ വലിച്ചെടുക്കുക. ഇനി നമ്മൾ പെറ്റൽസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ചെയിൻ 2 ചെയ്യണം. ചെയിൻ 2 ചെയ്തതിന് ശേഷം യാൺ ഓവർ ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഹുക്ക് ഫസ്റ്റ് സ്റ്റിച്ചിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. നമ്മുടെ ചെയിൻ 2ൻ്റെ തൊട്ട് താഴെയുള്ള ഫസ്റ്റ് സ്റ്റിച്ചിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് ഒരു യാൺ വലിച്ചെടുക്കുക. വലിച്ച് നന്നായിട്ട് മുകളിലേക്ക് വലിച്ചെടുക്കണം. അപ്പം നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് ഹുക്കിൽ കിട്ടും. ഓക്കെ, ഇനി ഇതേപോലെ 2 തവണ കൂടെ റിപ്പീറ്റ് ചെയ്യാൻ പോവുകയാണ്. വേറെ ഒന്നും ചെയ്യരുത്. ഇപ്പം യാൺ ഓവർ ചെയ്യുക. അതേ സ്പേസിൽ, ഇപ്പം നമ്മളിട്ട അതേ സ്പേസിലൂടെ ഹുക്ക് ഇടുക. യാൺ വലിച്ചെടുക്കുക. വലിച്ച് മേലോട്ട് ടൈറ്റ് ചെയ്യുക. മാക്സിമം എത്ര വലിക്കാൻ പറ്റുമോ അത്രയും വലിക്കുക. ഒന്നുകൂടെ യാൺ ഓവർ ചെയ്യുക, ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, വലിച്ചെടുക്കുക. ഈ ഒരു രീതിയിൽ ചെയ്യുക. ഇനി നമ്മൾ അടുത്ത സ്റ്റിച്ചിലേക്ക്, തൊട്ടടുത്ത സ്റ്റിച്ചിലേക്ക് ഇതേപോലെ ഇൻസേർട്ട് ചെയ്യാൻ പോവുകയാണ്. ഒരു പെറ്റലിന് 2 സ്റ്റിച്ചസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത സ്റ്റിച്ച് ഇതാണ്. അതിലേക്ക് ഇതേപോലെ തന്നെ യാൺ ഓവർ ചെയ്യുക. ആ സ്റ്റിച്ചിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ വലിച്ചെടുക്കുക. എന്നിട്ട് മേലോട്ട് നന്നായിട്ട് വലിക്കുക. ആദ്യം ഇങ്ങനെ വലിച്ച് വരണം, അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഭയങ്കര ടൈറ്റായി പോകും. രണ്ടാമത്തെ തവണയും റിപ്പീറ്റ് ചെയ്യുക. ഓക്കെ, ഇനി മൂന്നാമത് ഒരു തവണ കൂടി ഇതേപോലെ തന്നെ ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടും ഹുക്കിൽ. ഇനി നമ്മൾ യാൺ ഓവർ ചെയ്തിട്ട് മൊത്തം ഈ ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പതിയെ വലിച്ച് പുറത്തെടുക്കുകയാണ്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഉള്ളിൽ നിന്ന് കുടുങ്ങിപ്പോകും. അപ്പോൾ ഫസ്റ്റ് തൊട്ട് ഒന്നുകൂടെ ചെയ്താൽ മതി. മെല്ലെ വേണം വലിച്ചെടുക്കുക. അങ്ങനെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്നത് ഇതൊന്ന് ഉറപ്പിക്കാൻ ചെയിൻ 3 ചെയ്യണം. ചെയിൻ 3 ചെയ്ത് കഴിഞ്ഞാൽ ഇനി സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ്. ഈ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യേണ്ടത് നമ്മൾ ലാസ്റ്റ് ചെയ്ത ആ സ്റ്റിച്ചില്ലേ, അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് വെക്കാം. അപ്പോഴാണ് ഒരു പെറ്റൽ ഫോം ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ലാസ്റ്റ് ചെയ്ത രണ്ടാമത്തെ സ്റ്റിച്ചിലേക്ക് ഹുക്ക് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് യാൺ വലിച്ചെടുക്കുക. എന്നിട്ട് ആ യാൺ ആദ്യത്തെ ലൂപ്പിലൂടെ വലിച്ചെടുക്കുക. ഈ ഒരു രീതിയിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പെറ്റൽ ഇവിടെ റെഡി ആയിട്ടുള്ളത് കാണാൻ പറ്റും. ഇനി നെക്സ്റ്റ് പെറ്റൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് വേണമെങ്കിൽ ആദ്യത്തെ സ്റ്റിച്ചിൻ്റെ അവിടെ ഈ സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ കറക്റ്റാണോ ചെയ്യുന്നതെന്ന് ലാസ്റ്റ് മനസ്സിലാവും. ഇല്ലെങ്കിൽ നമ്മൾ ആദ്യം ചെയ്ത സ്റ്റിച്ച് തന്നെ പിന്നെയും പെറ്റൽ ചെയ്യാൻ സാധ്യതയുണ്ട്. അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം അടുത്ത പെറ്റൽ സ്റ്റാർട്ട് ചെയ്യാൻ ചെയിൻ 3 ചെയ്യുക. ഈ ഒരു രീതിയിലാണ് ഇനി അങ്ങോട്ട് ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ ഈ പെറ്റൽ കറക്റ്റായിട്ട് നോക്കുക. ചെയിൻ 3 ചെയ്തിട്ട് നെക്സ്റ്റ് കാണാം, അതായത് മൂന്നാമത്തെ സ്റ്റിച്ചിലേക്ക് ഇതേപോലെ നേരത്തെ വലിച്ചെടുത്ത അതേ പ്രോസസ്സ്
ടോട്ടൽ 3 തവണ ചെയ്യുക. അതിനുശേഷം അടുത്ത സ്റ്റിച്ചിലേക്ക് 4ാമത്തെ സ്റ്റിച്ചിലേക്കും ഇതേപോലെ 3 തവണ വലിച്ചെടുക്കുക. ഓക്കെ, ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ മൊത്തം ലൂപ്പിലൂടെ മെല്ലെ പതിയെ ഇത് വലിച്ചെടുക്കുക. ഓക്കെ, ഇങ്ങനെയായി കിട്ടിയാൽ പിന്നെ ചെയിൻ 3 ചെയ്യുക, സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. നമ്മൾ ഏത് സ്റ്റിച്ചിലാണോ ലാസ്റ്റ് ചെയ്തത് അതിലേക്ക് തന്നെയാണ് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. പിന്നെ പുതിയ സ്റ്റിച്ചിലേക്കാണ് അടുത്ത പെറ്റൽ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ 2 പെറ്റലായി. ഈ ഒരു രീതിയിൽ നമ്മൾ ടോട്ടൽ 5 പെറ്റൽ ചെയ്യണം. ഇപ്പോൾ ഞാൻ ലാസ്റ്റ് പെറ്റൽ എത്തിയിട്ടുണ്ട്. ലാസ്റ്റ് പെറ്റൽ എത്തിക്കഴിഞ്ഞാൽ ഇതോടെ എനിക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാനൂടെ ബാക്കിയുള്ളൂ. നമുക്ക് ആ മാജിക് റിങ്ങിൻ്റെ ഇത് സെൻറ്ററിൽ ചെറുതായിട്ട് സ്പേസ് വരുന്നുണ്ട്, അതൊക്കെ വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ആ ടെയിലെൻഡ് വലിച്ച് അത് ടൈറ്റ് ആവും കേട്ടോ. എന്നിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി ചെയിൻ 1 ചെയ്തിട്ട് യാൺ കട്ട് ചെയ്യാം. ഇതിൻ്റെ ടെയിലെൻഡ്സൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അത് നിങ്ങൾക്ക് യാൺ നീഡിൽ വെച്ചിട്ട് സിമ്പിളായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഹുക്ക് യൂസ് ചെയ്തിട്ട് ഇതേപോലെ ടൈറ്റ് ചെയ്ത് കൊടുത്താലും മതി. ആദ്യം നമ്മൾ സെൻറ്ററിൽ മാജിക് റിങ്ങിൻ്റെ ടെയിലെൻഡ് ചെയ്യുക. പിന്നെ നമ്മൾ സൈഡിൽ വെട്ടിക്കൊടുത്ത ഭാഗമല്ലേ അവിടെയും ഇതേപോലെ തുന്നി വെക്കുക. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ലോക്ക് ചെയ്ത് പഫ് സ്റ്റിച്ച് ഫ്ലവർ ആയതുകൊണ്ട് ലോക്ക് ചെയ്യുമ്പം ചിലപ്പോൾ വലിഞ്ഞു പോകും. അതുകൊണ്ട് നീഡിൽ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. നീഡിൽ വെച്ചിട്ട് കുറച്ച് തുന്നി വിടുക, എന്നിട്ട് അത് കട്ട് ചെയ്ത് കൊടുക്കുക അതിൻ്റെ ടെയിലുണ്ട്. അപ്പോൾ ഇത് ഫിനിഷായി. ഇനി നമ്മൾ ഇതിൻ്റെ സെൻറ്റർ പോർഷൻ ചെയ്യാൻ പോവുകയാണ്. സെൻറ്റർ പോർഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക. മാച്ചിങ് കളറിലാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ചെയിൻ 4 ചെയ്യണം. 1 2 3 4. ഇനി നമ്മൾ ഫസ്റ്റ് ചെയിനിലേക്കാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. നേരത്തെ ചെയ്ത രീതിയിൽ തന്നെ നമ്മളൊരു പെറ്റൽ ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് യാൺ ഓവർ ചെയ്യുക, ആ ഫസ്റ്റ് ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ ഇതേപോലെ വലിച്ചെടുക്കുക. ഒന്നുകൂടെ യാൺ ഓവർ ചെയ്യുക, അതേ സ്റ്റിച്ചിലേക്ക്, അതായത് ഫസ്റ്റ് ഇട്ട ചെയിൻ സ്റ്റിച്ചിലേക്ക് ഇതേപോലെ വലിച്ചെടുക്കുക. ഇങ്ങനെ നിങ്ങൾ ടോട്ടൽ ഒരു 5 തവണയെങ്കിലും ചെയ്യണം. ഇത് 5th ടൈമാണ്. 5th ടൈം കഴിഞ്ഞാൽ ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ മൊത്തം ലൂപ്പിൻ്റെ ഉള്ളിലൂടെ ഇതേപോലെ യാൺ വലിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ ചെയിൻ 3 ചെയ്യണം. 1 2 3. ഇനി അതേ സ്റ്റിച്ചിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതേ ആ ഫസ്റ്റ് ചെയിനിലേക്ക് തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇനി ചെയിൻ 1 ചെയ്യുക, എന്നിട്ട് യാണൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത് കൊടുക്കുമ്പം കുറച്ച് ടെയിലെൻഡ് വെച്ചിട്ട് വേണം കേട്ടോ കട്ട് ചെയ്യാൻ. അറ്റത്ത് കൊണ്ടുപോയി കട്ട് ചെയ്ത് തുന്നാനുള്ളൊരു സ്പേസ് വെക്കണം. ആദ്യം സ്ലിപ്പ് സ്റ്റിച്ച് ഇടുമ്പോഴും അതിനുള്ള സ്പേസ് വെച്ചിട്ട് വേണം ഇടാൻ. ഇനി നമ്മൾ ആ ഫ്ലവറിൻ്റെ സൈഡിലേക്ക് ഇതേപോലെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഈ ടെയിലെൻഡുകൾ ബാക്കോട്ട് വലിച്ചെടുക്കുകയാണ്. അങ്ങനെ 2 സൈഡും വലിച്ചെടുത്ത് കഴിഞ്ഞു. ഇതിപ്പോൾ നല്ല രീതിയിൽ ടൈറ്റായിട്ടല്ല നിൽക്കുക. അപ്പോൾ ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു യാൺ നീഡിൽ എടുത്തിട്ട് അത് തുന്നി കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ആ ടൈറ്റ് അല്ലാത്ത ഭാഗം ഒന്ന് ലോക്ക് ചെയ്യാൻ പോവാണ്. ഇതൊക്കെ നമുക്ക് ഒരു ഐഡിയ വെച്ചിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇങ്ങനെ മുന്നിലേക്ക് തുന്നിയെടുക്കുക, എന്നിട്ട് അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഏതെങ്കിലും ഒരു സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ ജസ്റ്റ് ഒന്ന് കോർത്തെടുക്കുക, എന്നിട്ട് അത് ബാക്കിലേക്ക് തന്നെ തുന്നിയെടുക്കുക. അപ്പോൾ എന്താ ആ ഒരു ഭാഗം അവിടെ കുറച്ചൊന്ന് ലോക്കായിട്ട് നിൽക്കും, മറ്റിങ്ങനെ പൊളിഞ്ഞ് നിൽക്കും സെൻറ്ററിലുള്ള പെറ്റിൽ. അപ്പം അങ്ങനെ വരരുത്. അപ്പോൾ ബാക്ക് സൈഡ് നമ്മൾ ചെയ്യുമ്പം ബാക്ക് സൈഡ് ഫിനിഷ്ഡ് ആയിട്ട് വേണം ചെയ്യാൻ. അതിന് ബാക്കോട്ട് എടുത്ത് വെച്ചിട്ടുള്ള ഈ ഒരു ത്രെഡ് ഞാൻ ആദ്യം ഒന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ അതൊന്ന് ടൈറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്, നല്ലോണം അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കെട്ടിക്കൊടുക്കുക. അതിനുശേഷം ബാക്കിൽ ഒരു ലൈൻ ഇപ്പോൾ ഓൾറെഡി വന്നിട്ടുണ്ടാകും. അതേ രീതിയിൽ തന്നെ ഒരു ലൈനും കൂടി ക്രിയേറ്റ് ചെയ്തിടുക. അപ്പോൾ എന്താ ബാക്ക് സൈഡിൽ ടോട്ടൽ 2 ബ്ലൂ ലൈൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി ഒരു ടെയിലെൻഡും കൂടി നിങ്ങൾക്ക് ഉണ്ടാവും. ആ ടെയിലെൻഡിനെയും കൂടി ഫ്രണ്ട് പോർഷനിലേക്ക് എടുക്കുക. അതിന് യാൺ നീഡിൽ യൂസ് ചെയ്യാതെ ഹുക്കിട്ട് വലിച്ചെടുത്താലും മതി. യാൺ നീഡിൽ വെച്ചിട്ട് ഫ്രണ്ടിലേക്ക് എടുക്കുക. ഒരു ടെയിലെൻഡ് ഓൾറെഡി ഇപ്പോൾ ഫ്രണ്ടിൽ വന്നിട്ടുണ്ടാവും. എന്നിട്ട് ഫ്രണ്ടിൽ അത് ഒന്ന് കെട്ടിക്കൊടുക്കുക.
എല്ലാം കെട്ടിക്കഴിഞ്ഞാൽ അത് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്താ, ഫ്രണ്ട് സൈഡ് ഫിനിഷായി, ബാക്ക് സൈഡിൽ വലിയ വൃത്തികേടില്ലാതെ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിൽ നമ്മൾ വേറെ ഒന്നും കൊടുക്കുന്നില്ല. ഇൻ കേസ് ഇനിയിപ്പോൾ ബാക്ക് സൈഡ് വൃത്തികേടായിട്ടുണ്ടെങ്കിൽ ഒരു ക്യാൻവാസിൻ്റെ പീസോ അല്ലെങ്കിൽ ഒരു ഫെൽറ്റിൻ്റെ പീസോ ഒക്കെ വെച്ചിട്ട് അത് കവർ ചെയ്യുക. ഇനി നമ്മളിതിന് കീ ചെയിൻ റിങ്ങും കൂടെ ഇട്ട് കഴിഞ്ഞാൽ പണി കഴിഞ്ഞു. ഇതേപോലെ ഇത് വിട്ടിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ആവശ്യമനുസരിച്ച് അത് പൊസിഷൻ ചെയ്തിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കിച്ചണിൻ്റെ പണി. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ആ ഒരു സ്റ്റിച്ച് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും ചെയ്ത് നോക്കിയാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോസ് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. വീണ്ടും കാണുന്നവരേക്കും ബൈ. താങ്ക് യു.